യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാ യജ്ഞഭൂമിയിൽ നിന്ന് നവാമുകുന്ദനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സംഗീതം കേൾക്കാം, സോപാന സംഗീതം കേൾക്കാം. ഇതാ ഭക്തജന ലക്ഷങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. താൽക്കാലിക പാലം തൊട്ടടുത്തായിട്ട് താൽക്കാലിക പാലം ഒന്ന് വിഷ്ണു അതൊന്ന് കാണിക്കാം. നമ്മുടെ താൽക്കാലിക പാലം സ്റ്റോപ്പ് മെമ്മോ എന്ന വാറോലയൊക്കെ ആയി ഇവിടെ ആദ്യഘട്ടത്തിൽ എത്തിച്ച് ഒന്നുമില്ലാതെ തിരിച്ചു പോയ പ്രിയപ്പെട്ട സർക്കാരിൻ്റെ അധികൃതർ മുട്ടുമടക്കിയ ആ താൽക്കാലിക പാലം കൂടി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ ദിവസവും ഈ പാലത്തിലൂടെ. തീർച്ചയായും സുരക്ഷയില്ല. അല്ല, ഇത് നേരത്തെ സ്വാമിജി പറഞ്ഞു തന്നെയാണ് അരുൺ. കാരണം ഇതൊക്കെ ഒരു കൃത്യമായി തന്നെ ഒരു പരമാത്മാവിൻ്റെ ധർമ്മത്തിൻ്റെ ഒക്കെ ഒരു പ്രീ ടെക്സ്റ്റ് ആണ്. ഇതൊക്കെ ഒരു തിരക്കഥ പോലെ സംഭവിക്കും. നമ്മുടെ ധർമ്മത്തിന് മൂല്യച്യുതി ഉണ്ടാകുമ്പോഴൊക്കെ സ്വാഭാവികമായി ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകും. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കും. അതാണ് സനാതന ധർമ്മത്തിന്റെ ശക്തി. ഇനി നമുക്ക് വീണ്ടും സേവാഭാരതിയുടെ വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. ചേട്ടാ, പേരൊന്ന് പറയാം. സജീഷ്. ഇവിടെ ഏറ്റവും കൂടുതൽ പേര് സംഘത്തിൻ്റെ സ്വയംസേവകരായാലും സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകരായാലും ഒക്കെ ഒന്ന് നിള ശുദ്ധീകരിക്കപ്പെടുന്നു. അത് നിളയിലേക്ക് ഒരു തരം മാലിന്യം ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു കഠിന വ്രതമാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. കാരണം കുംഭമേളയ്ക്ക് മുമ്പ് ഉള്ള നിളയല്ല ഇപ്പോൾ. കുംഭമേളയ്ക്ക് മുമ്പായിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാലിന്യം നിറഞ്ഞിട്ടുള്ള ഒരു നിള കുംഭമേളയ്ക്ക് മുമ്പായിരുന്നു കണ്ടത്. കാരണം ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ മാസങ്ങളോളം ഈ പ്രദേശത്തൊക്കെ ഇരുന്നപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ അവിടേക്കൊന്നും കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തതിന് ശേഷമുള്ള ഒരു നിളയും അതിന് പരിസരവും, അത് ആ നിള എന്ന പേര് പോലെ തന്നെ അതീവ സുന്ദരിയായിട്ട് കാണുന്ന ഒരു കാര്യം. ഏറ്റവും കൂടുതൽ കണ്ട നമ്മുടെ ഇക്ക പറഞ്ഞു, അത് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തതാ. അല്ല, യാവുട്ടിക്കാണ് കുറച്ചും കൂടി അത് പറയാൻ ഞങ്ങളെക്കായൊക്കെ യോഗ്യൻ. കാരണം അദ്ദേഹം എന്നും ഈ നിളയുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ സൗന്ദര്യം കാണുന്നത് ഇപ്പോഴാണ്. മാലിന്യം മുക്തമായിട്ട് നിളം മാറി എന്നതാണ് ഈ കുംഭമേളയ്ക്ക് ശേഷമുള്ളൊരു കാഴ്ച. എങ്ങനെയാണ് ഈ പ്രവർത്തനം ഏകോപിപ്പിച്ചത് സേവാഭാരതി? സേവാഭാരതിക്ക് പ്രത്യേകിച്ചൊരു ഏകോപിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. കാരണം കേരളവും ഭാരതവും ഒക്കെ സേവാഭാരതിയുടെ പ്രവർത്തനം കണ്ടതാണ്. കാരണം അതിന് പ്രവർത്തകർക്കറിയാം എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, ഏതാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ദാമോദർജിയെ പോലുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കണ്ണുകൊണ്ടൊരു ആംഗ്യം കാണിച്ചാൽ പോലും പ്രവർത്തകർക്ക് അത് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിനെ പകലാക്കിയിട്ടുള്ള പ്രവർത്തനം. ഒരാൾക്ക് പോലും ഒരു ക്ഷീണം മുഖത്ത് കാണാനില്ല. പലരും ഉറങ്ങുന്നത് വളരെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെയാണ് പലരും ഉറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ദാമോദർജിയൊക്കെ ഉറങ്ങാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രാവിലെ ഇവിടെ വരുമ്പോൾ കാണുന്നു, വൈകിട്ട് വരുമ്പോൾ കാണുന്നു. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട എല്ലാവരും. അവർക്ക് ക്ഷീണം വന്നിട്ട് സാധനമില്ല. ഈ കുംഭമേള എങ്ങനെ നടത്താം, ഇതെങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള മാത്രമുള്ള ഒരു വ്രതമെടുത്തത് പോലെയാണ് ഇവിടെ എല്ലാവരും. തീർച്ചയായും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരുപാട് അൺസങ് ഹീറോസ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ചിട്ടയായ പ്രവർത്തന ഏകോപനവുമായി രാഷ്ട്രീയ സ്വയംസേവക സംഘമുണ്ട്. സംഘത്തിന്റെ ഉത്തര കേരളം പ്രാന്ത പ്രചാരക വിനോദേട്ടനുണ്ട്. ഇവരെയൊന്നും ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്യാമറ കണ്ണുകൾ കാണാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും സംഘത്തിന്റെ പ്രത്യേകത, അല്ലേ ദാമോദർജി? നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറില്ല. നമുക്ക് വാർത്തയിൽ നിറഞ്ഞു നിൽക്കണമെന്ന താല്പര്യവുമില്ല. നമുക്ക് ആവശ്യം എന്നും സേവ, റെഡി ടു സേവ എന്നാണ്. RSS എന്ന് പറഞ്ഞാൽ അതിന് വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ജനങ്ങൾ ഒന്നിച്ചു വരുന്ന സ്ഥലത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുക, സഹായം കൊടുക്കുക, അവരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അവിടെ നമ്മൾ ക്യാമറയുണ്ടോ, മറ്റാരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. അത് നമ്മളൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സംഘപ്രവർത്തകർ ഏറ്റെടുത്ത് ചെയ്യും. ശ്യാം, എൻ്റെ അടുത്ത് ഇവിടെ വന്നപ്പോൾ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. പോലീസ്, അഗ്നിശമന സേന, അതുപോലെ തന്നെ എന്താണ് അവരുടെയൊക്കെ ഒരു പ്രവർത്തനം? ശരിക്കും പറഞ്ഞാൽ അവർക്ക് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവരുടെ പ്രവർത്തനത്തെക്കാൾ മികച്ച രീതിയിൽ, അതായത് അവർ ചെയ്യേണ്ടതിനേക്കാൾ നല്ല രീതിയിൽ സംഘത്തിന്റെ ഒക്കെ നമ്മൾ ഇപ്പം പ്രാന്ത സാംഘികളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കാണാറില്ല. പോലീസുകാർക്ക് ഒരു പടിയില്ല, അവരിങ്ങനെ മാറി നിൽക്കും. എല്ലാം അത് അതിന്റെ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഞങ്ങൾ ഇടയ്ക്കൊന്ന് വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകുന്നുണ്ട്, നിങ്ങളെ കൂടി അനുവാദത്തോടു കൂടി. തിരുനാവായിൽ എത്തിയിട്ട് തോന്നുന്നു എൻ്റെ വായിൽ വടക്കൻ ഭാഷ വരുന്നുണ്ട്. കോഴിക്കോട് എൻ്റെ സ്വത്ത് ബോധത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നുണ്ട്.